തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ചവർ പിടിയിൽ. തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികളായ യൂസഫ്, ജഫീർ അഹമ്മദ് എന്നിവരിൽ നിന്നാണ് പണം തട്ടാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം സ്വദേശികളായ അഭിരാം, ബിനോയ്, വിഷ്ണു എസ് ഗോപൻ, സാമുവൽ തോമസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി വിനീഷാണ് ചേരുന്നത്. വിനീഷ്, എന്താണ് സംഭവിച്ചത്? എന്തായാലും പണം തട്ടാൻ ശ്രമിച്ചവരെ പിടികൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ പണം എന്താണ്? ഈ പണം അവർ തട്ടിയെടുത്തിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ? രാഖി, ഇന്ന് വൈകുന്നേരം ഡാൻസ് ഓഫ് സംഘം, പ്രത്യേകിച്ച് ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലഹരി വ്യാപനം ശക്തമാകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘമാണ് ഇങ്ങനെ വീടുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഇടപാട് നടത്തുന്ന ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് നെയ്യാറ്റിൻകര പ്രദേശത്ത് താമസിക്കുന്ന ബാംഗ്ലൂരിൽ നിന്നെത്തിയ 3 യുവാക്കളെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നത്. അവരുടെ വീട്ടിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുന്നതിനിടയിലാണ് വീട്ടിനുള്ളിൽ 2 പേരെ ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ട രീതിയിൽ കാണുന്നത്. വലിയ രീതിയിൽ പോലീസിന് അപ്പോൾ തന്നെ സംശയം തോന്നുകയും പോലീസ് വീട് ചവിട്ടി തുറക്കുകയും ചെയ്തു. പിന്നീട് ഇവരോട്, ഈ ബന്ധിച്ചിട്ട ആൾക്കാരോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികളാണ് സംഘങ്ങൾ എന്ന് പോലീസിന് മുന്നിൽ ഇവർ വിവരങ്ങൾ നൽകുന്നത്. പാറശാല പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത്. ആ സമയത്ത് യൂസഫ് 60 വയസ്സ്, ജഫീർ അഹമ്മദ് 57 വയസ്സ്, ഇവർ 2 പേരും കൃഷ്ണഗിരി സ്വദേശികളാണ്. ഇവരെയാണ് ഉദയൻകുളങ്ങരയ്ക്ക് സമീപമുള്ള ഒരു വീട്ടിൽ കെട്ടിയിട്ടിരുന്നത്. ഇവരെ തട്ടിക്കൊണ്ടുവന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇവരെ ഇവിടേക്ക് എത്തിച്ചത് ഈ നെയ്യാറ്റിൻകര ഉദയൻകുളങ്ങര ഭാഗത്ത് വസ്തു വിൽക്കാനുണ്ട് എന്ന് ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരെ ഈ സ്ഥലം കാണിക്കാൻ എന്ന വ്യാജേനയാണ് ഈ 3 അംഗ സംഘം ഇവരെ ഇവിടേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം പോലീസുകാരാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് നിർബന്ധിച്ച് വാഹനത്തിൽ കയറ്റി നിങ്ങളുടെ തട്ടിപ്പുകൾ ഞങ്ങൾക്ക് അറിയാം എന്ന് സംബന്ധിച്ചുള്ള ഒരു ഭീഷണി സ്വരത്തിൽ ഇവരെ കൂട്ടിക്കൊണ്ട് ഈ ആളൊഴിഞ്ഞ വീട്ടിൽ കെട്ടിയിടുകയായിരുന്നു, ചങ്ങലയ്ക്ക് ബന്ധിച്ചിടുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഇവരിൽ നിന്ന് 50,000 രൂപയും വാച്ചും അവരുടെ കയ്യിലുള്ള മറ്റു പണങ്ങളെല്ലാം തന്നെ ഈ 3 അംഗ സംഘം തട്ടിയെടുത്തു. അതിനുശേഷം ഇവരുടെ വീട്ടുകാരെ കേന്ദ്രീകരിച്ച് 50 ലക്ഷം രൂപ നൽകിയാലേ ഇവരെ വിട്ടു നൽകുകയുള്ളൂ എന്ന തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്താനായിരുന്നു ഈ നെയ്യാറ്റിൻകര സ്വദേശികളായ. ശരി വിനീഷ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ചവരെ പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികളായ യൂസഫ്, ജഫീർ അഹമ്മദ് എന്നിവരിൽ നിന്നാണ് പണം തട്ടാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത്. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.